സന്നിധാനത്ത് നിന്ന് ഇതാ അഭിജ്ഞയോടുകൂടി പൂമാലകളും അണിഞ്ഞ് തിരുവാഭരണ ഘോഷയാത്രയെ വരവേൽക്കുവാനുള്ള സംഘം യാത്ര തിരിക്കുന്നു. അതാണ് ഇതാ വലിയ നടപ്പന്തലിൽ നിന്നുള്ള കാഴ്ചയാണ്. അവർ സന്നിധാനത്ത് നിന്ന് ശ്രീകോവിലിൽ നിന്ന് പൂജിച്ച പൂമാലകളും ഏന്തിയാണ്. അതാണ് അവർക്കുള്ള അനുവാദം. ആ മാലകളാണ്. ആ മാലകളും അണിഞ്ഞുകൊണ്ട് ദേവസ്വം പ്രതിനിധികളുണ്ട്, പോലീസ് അയ്യപ്പന്മാരുണ്ട്, അയ്യപ്പ സേവാ സംഘത്തിന്റെ പ്രതിനിധികളുണ്ട്. അങ്ങനെ ആ സംഘം ശരംകുത്തിയിലേക്ക് പോവുകയാണ്. ശരംകുത്തിയിൽ എത്തിച്ചേരുന്ന അല്പസമയത്തിനകം തന്നെ ശരംകുത്തിയിലേക്ക് എത്തിച്ചേരുന്ന ശബരിപീഠം പിന്നിട്ട് കഴിഞ്ഞു. നിലവിൽ തിരുവാഭരണ ഘോഷയാത്ര എന്നാണ് മനസ്സിലാക്കുന്നത്. ശരംകുത്തിയിൽ നിന്ന് ആചാരപരമായ വരവേൽപ്പിനാണ് ആ സംഘം യാത്രയാകുന്നത്. ആ സംഘം അനുഗമിച്ച് തിരുവാഭരണ ഘോഷയാത്ര സന്നിധാനത്തെത്തുമ്പോഴാണ് മകരസംക്രമ സന്ധിയിലെ ആ ഭക്തിസാന്ദ്രമായ ദീപാരാധനയും തിരുവാഭരണം ചാർത്തിയ അയ്യപ്പ ദർശനവും. സന്നിധാനത്ത് നിന്ന് പാണ്ഡിത്താവളത്ത് നിന്ന് അരുൺ പാറക്കൽ ചേരുന്നുണ്ട്. അരുൺ, ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ്, എല്ലായിടത്തും ഭജനയാണ്. ദിവസങ്ങളായി പർണശാല കെട്ടി അവിടെ തമ്പടിച്ച ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തീർത്ഥാടകരാണ് ഏറ്റവും കൂടുതൽ എന്നാണ് മനസ്സിലാക്കുന്നത്. ശരണമന്ത്ര മുഖരിതം, എവിടെയും ശരണമിടികൾ മാത്രമല്ലേ അവിടെ? ഗോകുൽ, അക്ഷരാർത്ഥത്തിൽ ഭക്തിസാന്ദ്രമാണ് സന്നിധാനം. ശരണമന്ത്രങ്ങളാൽ മുഖരിതമാണ് ഓരോ ഇടങ്ങളും. അതായത് 10 വ്യൂ പോയിന്റുകളാണ് പ്രധാനമായും സന്നിധാനത്ത് ഒരുക്കിയിരിക്കുന്നത്. നമ്മളിപ്പോൾ നിൽക്കുന്ന പാണ്ഡിത്താവളമാണ് പ്രധാന വ്യൂ പോയിന്റ്. ഇവിടെ ഇപ്പോൾ നിലവിൽ തന്നെ 10,000-കണക്കിന് ആളുകൾ ഈ പൊന്നമ്പലമേട്ടിൽ തെളിയുന്ന മകരജ്യോതി ദർശിക്കുന്നതിന് വേണ്ടി തമ്പടിച്ചിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിലായി ഇവരിങ്ങനെ പർണശാലകൾ കെട്ടി തമ്പടിക്കുന്ന ഒരു കാഴ്ചയായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചത്. കൊച്ചു കുട്ടികൾ ഉൾപ്പെടെ, കൊച്ചയ്യപ്പന്മാർ ഉൾപ്പെടെ ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെ, അതായത് ആന്ധ്രാപ്രദേശും കർണാടകയും തെലങ്കാനയും ഒറീസയും തുടങ്ങി വിവിധ സംസ്ഥാനങ്ങളിൽ നിന്നുൾപ്പെടെയുള്ള ആളുകൾ ഇവിടേക്ക് എത്തിച്ചേർന്നിരുന്നു. അവർ കഴിഞ്ഞ 3 ദിവസമായി ഈ പർണശാലകൾ കെട്ടിക്കൊണ്ട് ഇവിടെ തമ്പടിക്കുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. എന്തായാലും ഈ ഭക്തജനങ്ങളുടെ ഒരു തിരക്ക്, ആ തിരക്ക് കണക്കിലെടുത്തുകൊണ്ട് കനത്ത സുരക്ഷയാണ് ഈ സന്നിധാനത്തുടനീളം ഒരുക്കിയിട്ടുള്ളത്. ഓരോ വ്യൂ പോയിന്റിലും കനത്ത സുരക്ഷ ഒരുക്കിയിരിക്കുന്നു. കെട്ടിടങ്ങളിലേക്ക് തീർത്ഥാടകർ കയറാതിരിക്കുന്നതിന് വേണ്ടിയുള്ള എല്ലാവിധ സജ്ജീകരണങ്ങളും ഒരുക്കിയിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു തിരക്ക് അനുഭവപ്പെടുന്നു സന്നിധാനത്തുടനീളം. ഇന്ന് പ്രത്യേകിച്ച് 40,000 ആളുകൾക്ക് മാത്രമായിരുന്നു ഈ വെർച്വൽ ക്യൂ വഴിയുള്ള ദർശനം അനുവദിച്ചിരുന്നത്. എന്നാൽ അത്രത്തോളം തീർത്ഥാടകർ പോലും ഇവിടേക്ക് എത്തിച്ചേർന്നിട്ടില്ല. ശരി അരുൺ, അത് പാണ്ഡിത്താവളത്തു നിന്നുള്ള ദൃശ്യങ്ങളും വിവരങ്ങളുമാണ് അരുൺ നൽകുന്നത്. അവിടെ പർണശാലകളിൽ ഭജന പുരോഗമിക്കുകയാണ്. അത് ഒരു പക്ഷേ ദീപാരാധന കഴിയും വരെ ആ ഭജന ഇങ്ങനെ അവിടെ തുടരുകയും ചെയ്യും. ശബരിമല സന്നിധാനത്തെ ഏറ്റവും മനോഹരമായ ദൃശ്യങ്ങൾ ആണിത്. നമുക്കറിയാം, ഈ ദിവസം, അതായത് തിരുവാഭരണ പേടകം അത് യാത്ര ശരംകുത്തിയിലേക്ക് എത്തുന്നുണ്ട്. ശരംകുത്തിയിലേക്ക് എത്തുന്നതിൻ്റെ ആദ്യ ദൃശ്യങ്ങൾ കൂടിയാണ് അവിടേക്കുള്ള യാത്ര. ശബരിപീഠം പിന്നിട്ട് ശരംകുത്തിയിലേക്ക് വരുന്നുണ്ട് തിരുവാഭരണ ഘോഷയാത്ര. ആ ഘോഷയാത്രയെ സ്വീകരിക്കുന്നതിന് വേണ്ടിയാണ് നേരത്തെ നമ്മൾ കണ്ടത്. ഭഗവാന്റെ അനുജ്ഞ വാങ്ങി അത് ശിരസിലിട്ട പൂമാലകൾ അനുജ്ഞയായി കണക്കാക്കി 18-ാം പടിക്ക് താഴെ നിന്ന ഒരു സംഘം അവിടേക്ക് പോയത്. അല്പസമയത്തിനകം ശരംകുത്തിയിൽ അവരെത്തി ഒരു ആചാരപരമായ സ്വീകരണം അവിടെ നൽകും. നമ്മൾ തുടങ്ങി വെച്ചതുപോലെ ഈ മകരസംക്രമ ദിവസം രാവിലെ തന്നെ സംക്രമ പൂജ, അതിനൊരു മുഹൂർത്തമുണ്ട്. ആ മുഹൂർത്തം തന്ത്രി തീരുമാനിക്കുന്ന മുഹൂർത്തത്തിൽ ആ സംക്രമ പൂജ നടക്കും. കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് കൊണ്ടുവരുന്ന നെയ്യാണ് ആ ദിവസം അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്തുന്നത്. അങ്ങനെ ആ പൂജയ്ക്ക് ശേഷം സന്നിധാനത്ത് പൂജയ്ക്ക് മുന്നോടിയായി തന്നെ അവിടെ ശുദ്ധീകരണ കാര്യങ്ങളുണ്ട്. ബിംബശുദ്ധി, അതൊക്കെ ക്ഷേത്രശുദ്ധിയൊക്കെ വരുത്തുന്നുണ്ട്. അതിനുശേഷം നടയടച്ചാൽ, ഈ 3 മണിക്ക് നടയടച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ 5 മണി വരെ അവിടെ ആകെ കഴുകി വൃത്തിയാക്കും. 18-ാം പടി അവിടെ കഴുകും, വൃത്തിയാക്കും, പൂമാലകൾ ചാർത്തും, അയ്യപ്പ ക്ഷേത്രം ആകെ അലങ്കരിച്ച് മനോഹരമാക്കും. അതിനുശേഷമാണ് വൈകിട്ട് 5 മണിക്ക് നട തുറക്കുന്നത്. വളരെ പ്രശാന്തി നിറഞ്ഞു നിൽക്കുന്നതാണ് അവിടുത്തെ ആ സമയത്തെ കാഴ്ച. അവിടെ ഈ ദിവസങ്ങളിൽ ഈ സമയത്തൊക്കെ ദർശനം നടത്തിയ, തീർത്ഥാടനത്തിന് പോയിട്ടുള്ളവർക്കൊക്കെ, പ്രേക്ഷകരിലുള്ളവർക്കറിയാം, ആ ദിവസം വളരെ ഒരു പ്രത്യേകതരം ആത്മീയ അനുഭൂതി അവിടെ ചെല്ലുന്നവർക്ക് ആകെ ലഭിക്കുന്ന തരത്തിൽ നമ്മളുടെ കണ്ണിന് അത്രത്തോളം മനോഹരമായ കാഴ്ചകളാണ് അവിടെ ആ സമയത്ത് അവിടെ നിന്ന് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരൊറ്റ മന്ത്രം മാത്രമേ അവിടെ ഉണ്ടാവുള്ളൂ, സ്വാമി ശരണം എന്നത്. അവിടെ കേൾക്കുന്ന പാട്ടുപോലും സ്വാമി മന്ത്രങ്ങളാൽ മുഖരിതമാണ്. അവിടെ ആളുകൾ സംസാരിക്കുന്നതും പരസ്പരം സ്വാമി ശരണം എന്ന് അഭിസംബോധന ചെയ്തുകൊണ്ടാണ്. എല്ലാവരും എല്ലാവരും സ്വാമി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരും സ്വാമിമാരാകുന്ന, എല്ലാം സ്വാമിയാകുന്ന, എല്ലാം മണികണ്ഠനാകുന്ന ഒരു കാഴ്ചയ്ക്ക് അത്തരം ഒരു
അത്തരമൊരു പരിപാവനമായ ക്ഷേത്രാന്തരീക്ഷം കൂടിയാണ് ശബരിമല സന്നിധാനം. അതാണ് നമ്മൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്നത്. ശ്രീകോവിലിന് മുന്നിലെ ദൃശ്യമാണ്. അല്പസമയത്തിനകം അവിടെ ശ്രീകോവിലിലെ മറ്റ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട പൂജ ഈ രാവിലെ നടന്ന മകരസംക്രമ പൂജയാണ്. സൂര്യൻ ദക്ഷിണായനത്തിൽ നിന്ന് ഉത്തരായനത്തിലേക്ക് കടക്കുന്ന ഒരു വളരെ വളരെ വിശ്വാസികളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു മുഹൂർത്തം. ഉത്തരായനം എന്നത് വളരെ നല്ല കാലമായി ആളുകൾ വിശ്വാസികളെല്ലാം കരുതുന്നുണ്ട്. ഉത്തരായനം പുണ്യം നൽകുന്ന ഒരു കാലമാണ് എന്നതാണ് ഉത്തരായനം. അതുകൊണ്ട് ഉത്തരായനത്തിലെ പുണ്യകാലം, അതൊക്കെ ഉത്തരായനം അത്തരത്തിലുള്ള നല്ല നല്ല അനുഭവങ്ങൾ വിശ്വാസികൾക്ക് നൽകുമെന്ന് അവർ കരുതുന്ന ഒരു കാലം കൂടിയാണ് ഉത്തരായനം. ആ ഉത്തരായനത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് മകരസംക്രമം നടക്കുന്ന മകരസംക്രമ പൂജ. നമുക്കറിയാം ഈ ദിവസങ്ങളിൽ രാജ്യത്ത് പലയിടത്തും പ്രത്യേക ആഘോഷങ്ങൾ നടക്കുന്നുണ്ട്. ദക്ഷിണേന്ത്യക്കാരെ സംബന്ധിച്ച് മകരസംക്രമം, അതുപോലെ തമിഴ്നാട്ടിൽ പൊങ്കൽ, വടക്കേ ഇന്ത്യയിൽ ഈ സംക്രമ ദിവസം ആ സമയത്ത് തീർത്ഥഘട്ടങ്ങളിൽ വലിയ തീർത്ഥ സ്നാനമുണ്ട്. എല്ലായിടത്തും അതിന് സമാനമായ പൂജകൾ, പ്രാർത്ഥനകൾ, ആരാധനകളൊക്കെ നടക്കുന്ന ഒരു സമയം കൂടിയാണ് ഈ സംക്രമ ദിവസം. ആ ദിവസമാണ് ശബരിമലയിലെ ആ ക്ഷേത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട തീർത്ഥാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘട്ടം. 2 ഘട്ടമാണ് അവിടെ തീർത്ഥാടനം. ഒന്ന് മണ്ഡലകാലമാണ്, 41 ദിവസത്തെ വ്രതാനുഷ്ഠാനങ്ങളുടെ ഭാഗമായി നടക്കുന്ന മണ്ഡല പൂജ. അത് നേരത്തെ കഴിഞ്ഞു. പിന്നീട് മകരവിളക്കാണ്. മകരവിളക്ക്, മകരസംക്രമം, ആ പൂജകൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ സന്നിധാനത്ത് എല്ലാവരും കാത്തു നിൽക്കുന്നത്. ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ നടപ്പന്തൽ നിറഞ്ഞ് അങ്ങനെ ക്യൂ കോംപ്ലക്സിലൊക്കെ ആളുകൾ കാത്തു നിൽക്കുകയാണ്. ഇനി ദീപാരാധന സമയമാകുമ്പോഴേക്കുമാണ് അവിടെ ദർശനത്തിന് അനുമതി നൽകുന്നത്. അയ്യപ്പ വിഗ്രഹത്തിൽ തിരുവാഭരണം ചാർത്തിയ ഇന്നത്തെ ദർശനത്തിന് തന്നെ ഏറെ പുണ്യമുണ്ട് എന്നുള്ളതാണ് അയ്യപ്പ ധർമ്മവിശ്വാസികൾ കരുതുന്നത്. ആ ദർശനത്തിന് വേണ്ടി കാത്തു നിൽക്കുകയാണ് എല്ലാവരും.